മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇനി എത്ര നാൾ ആ കസേരയിൽ ഉണ്ടാകും? കെ ബി ഗണേഷ് കുമാർ എത്ര നാൾ ഈ കസേരയിൽ ഉണ്ടാകും എന്ന ചോദ്യം ഒരു വിചിത്രമായ ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരല്പം വിചിത്രമാണ്, എന്നാൽ ചോദിക്കേണ്ട ചോദ്യവുമാണ്. കെ ബി ഗണേഷ് കുമാർ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ട മന്ത്രിയാണ്. എന്തുകൊണ്ടെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം, മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇടപെട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതിന് ചില ചാലകങ്ങളെ വെച്ച് ചെയ്യും. അതായത് ഈ പറയുന്ന രീതിയിൽ KSRTCക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു അപമതിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അവർക്ക് ഒരു മെറിറ്റ് ഉണ്ട്. ഗണേഷ് കുമാർ ആയ ശേഷം ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതെ, ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാലോ. അതെ, ഒരു KSRTC പെൻഷനുടെ മകനാണ് ഞാൻ. KSRTC പെൻഷൻ എന്ന് പറഞ്ഞാല് പാവം എന്റെ പിതാവിന് സമയത്ത് മരുന്ന് വാങ്ങാൻ കാശ് കിട്ടാതെ ബന്ധുവിന്റെ പരിചയത്തിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ട് ജീവൻ രക്ഷാ മരുന്നായിരുന്നു. എന്നിട്ട് എപ്പോഴെങ്കിലും ഈ പെൻഷൻ കിട്ടുമ്പോൾ കൊടുക്കുന്നതായിരുന്നു. ഇവർ അഭിമാനം വയ്ക്കാത്ത ആൾക്കാരായിട്ട് മക്കളുടെ അടുത്ത് ചോദിക്കത്തൂല. അത് പഴയ ആൾക്കാർ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്തരത്തിൽ ഗണേഷ് കുമാർ വരുമ്പോൾ ചീഫ് ഓഫീസ് എന്ന് പറയുന്ന KSRTCയിൽ ഒരു വെള്ളാനയുണ്ട്. ചീഫ് ഓഫീസ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ഒരു വെള്ളാനയുണ്ട്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഈ ഓഫീസ് ഉള്ളത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പെയർ പാർട്സ് തുടങ്ങിയിട്ട് വണ്ടിയുടെ പണ്ട് നേരത്തെ ടിക്കറ്റ് റാക്ക് ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ സർവീസിലുള്ളപ്പോഴത്തേക്ക് വേബിലുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് എഴുതാനുള്ള എത്ര ടിക്കറ്റ് വിറ്റു, എത്ര ടിക്കറ്റ് കൊടുത്തു, എത്ര പൈസയുടെ ടിക്കറ്റ്. അന്ന് പൈസയൊക്കെയാണ് 40 പൈസ, 75 പൈസ, 1 രൂപ, 5 രൂപ, അങ്ങനെയൊക്കെ. ഇന്നിപ്പോ പൈസ കൂടുതലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പേപ്പർ കഷ്ണം വരെ പർച്ചേസ് ചെയ്യുമായിരുന്നു. ഈ പർച്ചേസ് ചെയ്യുന്നതിന് ഒരു വെട്ടുമായിരുന്നു ഗണേഷ് കുമാറിന്റെ. ഇത് പർച്ചേസ് ഭീകരമായ വെട്ടിപ്പാണ്. പർച്ചേസ് മാനേജർമാരാണ് അവിടുത്തെ ഏറ്റവും വലിയ വെട്ടിപ്പ്. അതിന് വെള്ളാനെന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. നമ്മള് ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോണ്ടല്ലോ ഈ തട്ടിപ്പിന്റെ മണം നമുക്ക് കിട്ടും. അതെ, പലരുടെ ഭാഷ, കാര്യം ശരീരഭാഷ. അതെ, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞാൻ ഈ പറയുന്ന പോലെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് നിരവധി സർക്കാർ ഓഫീസുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പൊ ഈ ചീഫ് ഓഫീസിൽ നമ്മൾ പല കാര്യങ്ങൾക്കും പോയിട്ടുണ്ട്. ഞാൻ പോകുമ്പോഴൊക്കെ സെൻകുമാർ MD ആയിരുന്ന സമയമുണ്ട്, ബിജു പ്രഭാകർ സാർ MD ആയ സമയത്തുണ്ട്. ഇങ്ങനെ ഇവരെല്ലാം തന്നെ ഉണ്ടായിരുന്ന സമയത്ത് കയറുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു തട്ടിപ്പിന്റെ മണം. അപ്പൊ അത് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇതിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭരിക്കുന്ന ട്രേഡ് യൂണിയനുകളാണ്. അതെ, KSRTC ഭരിക്കുന്ന ട്രേഡ് യൂണിയൻ വലിയ വിഷയം. ബിജു പ്രഭാകർ സാർ അടിയായി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ഒരു നല്ല മനുഷ്യനാണ്. അതെ, ഈ യൂണിയൻകാരായിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല, യൂണിയൻകാരുടെ ഈ തലക്കനം നന്നാക്കി എടുക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. ആരൊക്കെ നന്നാക്കി എടുക്കാൻ വന്നിട്ടുണ്ടോ അവരെയൊക്കെ പുകച്ച് പുറത്തെ അടിച്ച് അവിടെ നിന്ന് ഉയരും കൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. രാജമാണിക്യം എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. സെൻകുമാറിനെ ഓടിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ബിജു പ്രഭാകരനെ ഓടിച്ചിട്ടുണ്ട്. ഏറ്റവും രസകരമായ സംഗതി എന്ന് വെച്ചാൽ, ആര് വരുമ്പോഴും ഈ എൻ്റെ പിതാവൊക്കെ അവിടെ സർവീസിലുള്ള സമയത്ത് പിതാവ് ഇങ്ങനെ ഒരല്പം ലോജിക് കോമഡിയൊക്കെ പറയുന്ന ഒരാളാണ്. വന്ന് ഈ പോസ്റ്റ് ഇരിക്കുന്ന ആളുടെ ചോദിക്കുമ്പോൾ അവിടുത്തെ ചില ഇതേപോലെ ഓഫീസിൽ അച്ഛൻ കടന്നു ചെല്ലുമ്പോൾ ചോദിക്കും, നീയൊക്കെ എന്നിടെ ഇനി ഇങ്ങനെ പുകച്ച് പുറത്ത് വിടുന്നത് എന്ന് അറിയാതെ അച്ഛൻ ചോദിക്കും. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. രാജമാണിക്യ സാർക്ക് ഉയര് കൊണ്ടോടെ. ഇപ്പൊ ബിജു പ്രഭാകരൻ സാറിന്റെ കാര്യം പ്രജിത പറഞ്ഞു. ബിജു പ്രഭാകരൻ സാർക്ക് നന്നാക്കാൻ നോക്കിയ ആളാണ്. അപ്പൊ പ്രജിത, ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോൾ ചെല്ലുന്നു. അതെ പ്രജിത, നമ്മൾ ഈ പറയുന്ന പോലെ ഞാനായാലും നിങ്ങളായാലും ഇപ്പൊ എന്റെ വീട്ടിൽ പോകണം, എനിക്കൊരു മരണ വാർത്ത എന്നെ വിളിച്ചറിയിക്കുന്നു. അയ്യപ്പദാസെ ഇന്നാരും മരിച്ചു, അടക്ക് ഇത്ര മണിക്കാണ്. അയ്യപ്പദാസ് എത്ര മണിക്ക് എത്തും? ഞാനിവിടെ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ വരുന്നു, അല്ലെങ്കിൽ വൈറ്റിലെ പോകുന്നു. അവിടെ ഇരിക്കുന്ന കൺസേൺ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു, സാർ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ബന്ധുവാണ് മരിച്ചിരിക്കുന്നത്. ആ മരണത്തിലേക്ക് എത്തിപ്പെടാൻ എൻ്റെ മനസ്സ് വെമ്പിക്കൊണ്ടിരിക്കുക. സാർ, ഈ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഏത് ബസ്സുണ്ട്? ഇത് ചോദിക്കുമ്പോൾ അയാൾ കേൾക്കില്ല, അയാൾ പൊട്ടനാവും, അയാൾക്ക് സംസാരിക്കാൻ നാവില്ല, അയാൾ തിരിഞ്ഞിരിക്കും. പ്രത്യേകതരം അയാൾ പൊട്ടനാകും, അയാൾക്ക് നാവില്ല, അയാൾ വേറൊരു രീതിയിലേക്ക് പോകും, അയാൾ വേറെ വിഷയം സംസാരിക്കും, അടുത്തിരിക്കുന്ന വേറെ കണ്ടക്ടറോട് സംസാരിക്കും, അല്ലെങ്കിൽ അയാൾ ഈ ലോകത്തെ അല്ലാന്ന് കാണിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ സിനിമയിൽ സുനിൽ എന്ന് പറഞ്ഞ നടൻ കാണിക്കുന്ന പോലെ, സത്യനന്ദിക്കാട്ടിന്റെ സിനിമയിൽ സുനിൽ എന്ന നടൻ കാണിക്കുന്ന പോലെ ചിലപ്പോൾ കൈയിരിക്കുന്ന സാധനമെല്ലാം തറയിൽ എറിഞ്ഞു ഉടച്ചിട്ട് ഇവനെ എന്തിനിവിടെ ഇരുത്തിയിരിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ക്ഷോഭം തീർത്തിട്ട് വിളിച്ചു ചോദിക്കുമ്പോഴും ഉത്തരവില്ല. ഇത് വിളിച്ചു ചോദിച്ച ഒരു മന്ത്രിയാണ്. ഇത് സിനിമയല്ല, യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഒരു സിനിമാ നടനായതുകൊണ്ടാണ് അദ്ദേഹം ഡ്രമാറ്റിക്കലി അത് ചെയ്തത്. സുന്ദരൻ നാടാർ എന്നൊരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഈ സുന്ദരൻ നാടാരാണ് ഈ പറയുന്ന KSRTC ഇത്രയെങ്കിലും ഒക്കെ ആക്കിയെടുക്കാൻ നോക്കിയത്. അത് തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്ത് ശക്തൻ നാടാർ, സുന്ദരൻ നാടാർ, അങ്ങനെയൊക്കെയുള്ള 2-3 മന്ത്രിമാർ ഉണ്ടായിരുന്നതാണ്. എന്തിനു പറയുന്നു?
വേറെയും പേരെടുത്ത് പറയുന്ന നിരവധി മന്ത്രിമാർ നല്ല പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് KSRTC. ആർ ബാലകൃഷ്ണനുള്ള ഇദ്ദേഹത്തിന്റെ അച്ഛൻ. അപ്പൊ അവരാരും തന്നെ ചെയ്യാത്തൊരു വലിയ കാര്യമാണ് ഗണേശൻ ചെയ്തത്. ഗണേശൻ ശമ്പളം കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് ചെയ്തത്. ഇത് ഇവർ ചോദിക്കും. എനിക്കറിയാം ഞാൻ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്രയും വാചാലനായി സംസാരിക്കുന്നത് വെച്ചാൽ ഞാൻ ആ ചോറുണ്ടവനാ, ഞാൻ ആ ചോറുണ്ട് വളർന്നവനാ. അതുകൊണ്ട് എനിക്കറിയാം. കാര്യം ഇവരെല്ലാം ചോദിക്കും, ഞങ്ങൾക്ക് ശമ്പളം തായോ, ശമ്പളം തന്നിട്ട് ഗണേശ നീ ഇങ്ങനെ കാണീര്, നിങ്ങളുടെ അച്ഛൻ ഇവിടെ കാണിച്ചിരുന്നു, നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ പുല്ലുവില കൊടുത്തിരുന്നു. ഇത് പറയുന്നത് CIT-കാരൻ. ഈ CIT-കാരെ വാ മൂടാൻ പിണറായി വിജയൻ ഒരു വഴിയാണ് ഗണേശൻ. ഗണേശൻ അത് ചെയ്യും. ഗണേശൻ ഇത് തൂത്ത് തുറച്ച്. അതായത് ചേട്ടാ അതിൽ പറയുന്നതേ, ഈ ചീഫ് ഓഫീസിലെ കൺട്രോൾ റൂമില് 10 ടെലിഫോൺ ലൈനുകളാണ് നൽകിയിട്ടുള്ളത്. ഒരെണ്ണം പോലും എത്ര അടിച്ചാലും എടുക്കില്ല എന്ന് പറയുന്നത്. ഈ ഓഫീസർമാർ അവിടെ ഇരുന്നിട്ട്, ഈ ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്നിട്ട് പിന്നെ എന്ത് മാങ്ങ പറിക്കാൻ പോവാ? അതെ, എന്ത് മാങ്ങ പറിക്കാൻ പോണേ? ഇവർക്ക് ചെവിയിൽ കുരു, അവർക്ക് ചെവിയിൽ കുരു. ഇതേ പറയാൻ പറ്റും. സത്യത്തിൽ കുരു എന്നാ, ഇതല്ല വേറെ ഭാഷയാണ് പറയേണ്ടത്. അല്ലെ, അതെ ഉറപ്പായിട്ടും ഞാനത് മാങ്ങയിൽ ഒതുക്കിയതാണ്. ഒരു 10 ഫോണിൽ നിന്ന് അടിക്കുക. നിങ്ങൾ എറണാകുളത്തെ ഈ KSRTC ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഈ മഴ സമയത്ത് പോയിട്ടുണ്ടോ? എന്തുണ്ടായാണ് അവിടെ? മനുഷ്യന് അമേദ്യം ചവിട്ടി നടക്കാൻ പറ്റില്ല, മൂത്രം ചവിട്ടി നടക്കാൻ പറ്റില്ല. എന്താ ചെയ്യണം? അതൊക്കെ ഈ മന്ത്രി ശ്രമിച്ചിട്ട് ആ മന്ത്രി ഒന്നും ചെയ്യാൻ സംഭവിച്ചില്ല. ഇപ്പൊ ഏതെല്ലാം തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ നോക്കണമെന്നറിയോ? ബസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പരസ്യം വരെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ആര് കൊണ്ടുപോകാനാ? ഇത് ആർക്ക് വേണ്ടിയാ? ഈ 10 ഫോണിന്റെ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ വരാം. എന്നിട്ട് ആരെങ്കിലും എടുത്തോ? ഇല്ല. അതോടുകൂടിയാണല്ലോ നടപടി വരുന്നത്. ഇതിൽ പറയുന്ന കാര്യം, പ്രശ്നമുള്ളവർ, ആരോഗ്യ പ്രശ്നമുള്ളവരെ ഒക്കെ മാറ്റി നിർത്തി പാർട്ടി പിടിപാടിലാണ് ഈ ഇരിക്കുന്ന ആശാന്മാർ അവിടെ ഇരിക്കുന്നത്, അല്ലേ? അതെ, പാർട്ടിയുടെ പിടിപാടിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഭരിക്കുന്നത് CIT എന്ന യൂണിയനാണ്. അതുകൊണ്ട് ഗണേശൻ, ഈ യൂണിയന്റെ ഭരണം മാറാണ്ട് ഈ ഒരു സെഷൻ അത് KSRTC എങ്ങനെ നന്നാവും? യൂണിയന്റെ ഭരണം കൊണ്ട് തൊലഞ്ഞു പോയ സ്ഥാപനങ്ങളിൽ ഒന്ന് KSRTC, ഒന്ന് KSEB. സപ്ലൈകോ പോയത് കണ്ടോ? അതെ, സപ്ലൈകോ വന്ന വഴി. സപ്ലൈകോ ആ മന്ത്രി ഇതിപ്പോ എന്ത് ചെയ്യാൻ പോകും? സപ്ലൈകോ ഒക്കെ മേലോട്ട് നോക്കിയിരിക്കും. സിവിൽ സപ്ലൈസിന്റെ ഒരു വലിയ ഇതായിരുന്നു, അത് പോയി. അതായത് തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പണ്ട് പറഞ്ഞെങ്കിൽ തൊഴിലാളികളെ സംഘടിച്ചത് പൂട്ടുവിൻ എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘടിച്ചത് പൂട്ടുവിൻ. ഇനിയുള്ളത് ബിവറേജും കൂടെ ഉണ്ട്, ബിവറേജസ് കോർപ്പറേഷൻ. അത് ഈ പറയുന്ന പോലെ ചുവന്നുകൊണ്ട് ലോറിയിൽ നിറക്കി കൊണ്ടുവയ്ക്കും. അത് മെയ്യനങ്ങാതെ ചെയ്യണ പണിയാണ്. അതും ഇനിയിപ്പോൾ തീർന്നാൽ മതി. ഇപ്പൊ നമ്മൾ ആശാവർക്കർമാരെ സമരം എന്തുകൊണ്ടാണ് തീരാത്ത? SUCI അതിൽ ഇടപെട്ടു. കരീമിനും കൂട്ടർക്കും വെട്ടാൻ വകുപ്പ് കിട്ടിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം കൂട്ടി തന്നു, കേന്ദ്ര വീതം വരുമ്പോൾ ഗവൺമെന്റ് ഞങ്ങൾക്കുള്ള പോക്കറ്റിലേക്കുള്ള തായോ എന്ന് പറഞ്ഞു വാങ്ങിക്കുന്ന നേതാക്കന്മാരാണ്. പ്രതിക്ക് ഒരു കാര്യം അറിയോ? പാലക്കാട് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പാലക്കാട്. അതിനു മുമ്പ് പാലക്കാട് ആരാ ജയിച്ചിരുന്നറിയോ? KSRTCയുടെ ട്രേഡ് യൂണിയൻ CIT നേതാവ് KK ദിവാകരൻ. എന്റെ പിതാവൊക്കെ സർവീസിലുള്ളപ്പോഴാണ്. ഈ KK ദിവാകരൻ ഒരു ദിവസം പോലും ഡ്യൂട്ടി ചെയ്തിട്ടില്ല. KSRTCയുടെ ട്രേഡ് യൂണിയൻ നേതാവാണ്. ഈ KSRTC ട്രേഡ് യൂണിയൻ നേതാവ് KK ദിവാകരൻ 2 തവണ ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു തവണ ജയിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് ജയിക്കുന്നത് ഷാഫിയാണ് പിന്നെ ജയിക്കുന്നത്. KK ദിവാകരന്റെ ഭരണ നൈപുണ്യവും. KK ദിവാകരൻ KSRTCയെ ഭരിച്ച് KSRTCയുടെ ട്രേഡ് യൂണിയനുകളെ അങ്ങനെ പരിപോഷിപ്പിച്ച് സംസാരിപ്പിച്ച് ട്രേഡ് യൂണിയനുകൾ ഈ ലോകമുള്ളിടത്തോളം കാലം ഈ ട്രേഡ് യൂണിയൻ കാരണം ഈ കേരളം നശിക്കത്തേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് KSRTC. എത്ര കൊച്ചു ബസ് ഇയാൾ ഇറക്കിയിട്ടെന്നറിയോ? ഈ ഗണേഷ് കുമാർ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന മോറൽ വശം നിങ്ങൾ മാറ്റി നിർത്തും. അതെ, അത് മാറ്റി നിർത്തണം. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയണം. പേഴ്സണലി അതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. പേഴ്സണലി നിങ്ങൾ ജോലി ചെയ്യുന്നവരാണോ? നിങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഒഫീഷ്യലി നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ? ബൈ പ്രൊഫഷൻ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യണോ? അത് നിങ്ങൾ നോക്കണോ? നിങ്ങൾ എന്തിനാണോ പ്രൊഫഷനിലേക്ക് വ്യക്തിപരമായിട്ട് ഈ മറ്റുള്ള വിഷയങ്ങൾ എടുത്തിട്ട കാര്യമില്ല. ഇപ്പൊ അദ്ദേഹം മുമ്പിരുന്നപ്പോഴും എന്താ പറയാ മികവ് തെളിയിച്ചിട്ടുള്ള ഒരു മന്ത്രി തന്നെയല്ലേ? കൃത്യമായി എന്ത് സക്സസ് ആയിരുന്നു ആ സമയത്ത്. തീർച്ചയായിട്ടും ഈ റോഡില് ബസ് പോകാത്ത ഏരിയകളിൽ കൊച്ചു ബസ്സുകൾ വിട്ടു. അതെ, ഇപ്പോഴും ബാറ്ററി ബസ് തിരുവനന്തപുരത്ത് ഓടുന്നുണ്ട്. മറ്റൊരു വണ്ടിയുണ്ട്, ഗ്രാമവണ്ടി. ആ ഒരു കൊച്ചു വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇവിടേക്ക് ബാറ്ററി വണ്ടിയുണ്ട്. എനിക്കറിയാം, തിരുവനന്തപുരത്ത് ഞാൻ ഓട്ടോ ഇറങ്ങിയാൽ, എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇറങ്ങിയാൽ ഓട്ടോ ഇറങ്ങി നമ്മൾ എടുത്താൽ രാത്രി എനിക്ക് 110 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ഓട്ടോയ്ക്ക് കൊടുക്കാൻ പറയാം. ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആ 110 രൂപ കൊടുത്ത് ഓട്ടോ പോയി അഹങ്കാരമായി പോകും. ഈ ബസ് അവിടെ ഉണ്ട്. ഈ ബാറ്ററിയിൽ ഓടുന്ന ഒരു ബസ്സുണ്ട്.
അത് പുക പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കോർപ്പറേഷനുമായി ലിങ്ക് ചെയ്ത്. അത് ഇയാൾ വന്ന ശേഷമാണ്. ആര്? ഈ പറയുന്ന മന്ത്രി ഗണേഷ് കുമാർ വന്ന ശേഷമാണ്. അയാൾ ഈർക്കിൽ പാർട്ടി ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ അതിനെ കാര്യം ചെയ്യാൻ അറിയാം, ബൈ പ്രൊഫഷൻ കാര്യം അറിയാം, നടപ്പാക്കാൻ അറിയാം. ഒരു MBA കാരന്റെ ചാരിതയോടെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം ഇത് പൂട്ടിക്കാൻ, ഈ ഉദ്യോഗസ്ഥരുടെ ഈ ചെയ്തിനെ പൂട്ടിക്കാൻ ഇറങ്ങിയെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗോൾഡ് മെഡലാണ് കൊടുക്കാനുള്ളത്. ഒരു ഗോൾഡ് മെഡൽ ഈ യാത്രക്കാരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം കൊടുക്കണം, അല്ലെ? ഇത്രയും കൃത്യമായി ശമ്പളം കൊടുത്തിട്ട് ഒരു 10 ഫോൺ നിരന്തരം അടിച്ചിട്ട് എടുക്കാത്ത ഈ അഹങ്കാരം പിടിച്ചതിനെയൊക്കെ സർവീസിൽ വെക്കേണ്ട ആവശ്യം അദ്ദേഹം മാന്യതയോടെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് അറിയോ? അവരുടെയൊക്കെ യഥാർത്ഥ ജോലി സ്ഥലത്ത് കണ്ട നാളെ മുതൽ മണി അടിക്കണം, ടിക്കറ്റ് കൊടുക്കണം, ജോലി ചെയ്തോണം. ഒരു പച്ച മലയാളത്തിൽ ഒരു കുരുവും നിങ്ങൾക്കില്ല, പോയി മര്യാദയ്ക്ക് ജോലി ചെയ്തോ, കുരു പൊട്ടണമെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ചെയ്തിന് ഒരു നല്ല കയ്യടി കൊടുക്കാം, അത്രേ ഉള്ളൂ.